അതിന് ഇത്ര നേരം ഇനി ആറ് ഞാനും വൈകി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഈ ഇടയിൽ കൂടി പോയാൽ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങാ ടീച്ചർ എത്ര നടി കിട്ടിയ ഞാൻ കാണിച്ചു കേട്ടോ. എന്താ മക്കളെ ഓടുന്നത്? ഇവനോ? ഇയാളെന്താ ചെയ്തോങ്ങളാ? സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്ത് കൊന്ന നിനക്ക് എന്റെ തമ്മാടിത്തരം നിർത്താറായില്ലേ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നാട്ടിലുള്ള പെൺകുട്ടിയെ കൂടി എന്നെ കൂടി രക്ഷല്ലെങ്കിലേ നാട്ടുകാരൊരു തീരുമാനം എടുക്കൂ. വാ മക്കളെ. ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ആയല്ലോ. ഓനേടി അതിന് ഇത്രയും കാലോ? ഞാൻ വിചാരിച്ച ഓനെ കൊണ്ട് ഇമ്പത്തിന് നാട്ടുകാർക്കൊന്നും ഒരു ശല്യം ഉണ്ടാവില്ല. ഇനി മാത്രല്ലടോ, നാട്ടുകാർ മുഴുവൻ ഇതുവരെയല്ലേ വിചാരിച്ചത്. ഇതിപ്പോ 3-4 ദിവസമല്ലോ ഓൻ ഇവിടുന്ന് എന്നെ തിരിച്ചളിക്കുന്നത്. ഇനി ഇമ്പള് നാട്ടുകാർ വളരെ ശ്രദ്ധിക്കണം. ഇമ്പളെ പെൺകുട്ടികളെ കാര്യകാലം പേടിയാണ്. സ്വന്തം അമ്മേനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഓനെന്ത് നാട്ടുകാർ ഇനി ഓൻ നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കരുത്. ഓരോ ഏടാകൂടകൾ വന്ന് പെടുന്നത് ഇനിയിപ്പോ ഇപ്പത്തെ ചെയ്യാ. അത് നിങ്ങൾ അറിഞ്ഞില്ല? നല്ല കുടുംബശ്രീയിലും സംഘത്തിലൊക്കെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കും. എല്ലാ കാര്യത്തിലും ഓനെ ഒറ്റപ്പെടുത്തുക, എന്നിട്ട് ഓനെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞേക്കുക. അതേതായാലും നല്ലൊരു കാര്യ. അതിന് നമ്മൾ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നാലേ നടക്കൂ. സംഗതി നിങ്ങൾ അറിഞ്ഞോ? ഇവിടെ ദയാന്നല്ലേ? സംഗതി എത്രത്തോളം ആയോ? എന്താ പിന്നെ ഓനെ വെറുതെ വിടരുത്. ഓനല്ല വെറുതെ എന്തേനു താടിയും മുടിയൊന്നും പഠിക്കണ്ടേ? ഒന്നും വിചാരിക്കണ്ട, നിങ്ങളെ താടിയും മുടിയും പെട്ടാനാവില്ല. നിങ്ങൾ പോയിക്കോളി. പറഞ്ഞെടുക്ക മനസ്സിലായോ? നാട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടൂല. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. നമ്മളൊന്നും ചെയ്താലേ നമുക്ക് ഓനെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റും. ആ മാഷ എങ്ങോട്ടാ? ഞാൻ ദയാനന്ദന്റെ വീട്ടിലേക്കാ. ഓ, ഓന്റെ അടുത്തേക്കാ? ഓർക്കാൻ പറ്റാത്ത തെറ്റാണോ ചെയ്തെന്ന് എനിക്ക് അവന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പഠിക്കുന്ന കാലത്ത് മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അവനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോൾ തല്ലിപ്പൊളി കൂട്ടുകെട്ടിപ്പെട്ടിട്ട് അവൻ ഇങ്ങനെയായത്. പിന്നെ മദ്യവും മയക്കുമരുന്നൊന്നും ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റാതെ ലഹരി തലയ്ക്ക് പിടിച്ച് ഭ്രാന്തമായ അവസ്ഥയിലാണ് അവൻ അവൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്ത് കൊന്നത്. ഏതായാലും ഞാൻ ഓനൊന്ന് പോയി കാണട്ടെ. എന്താ എന്താ മോനെ? മാഷേ, എന്ത് കോലാ മോനെ ഇത്? കഴിഞ്ഞതിനെ പറ്റി ഒന്നും പറയണ്ട, അതൊക്കെ നമുക്ക് മറക്കാം. ഒന്നും അറിഞ്ഞോണ്ടല്ല, പറ്റിപ്പോയി. നിന്നെ ക്രോസ് വിസ്താരം ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞാൻ. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് നമുക്ക് മാറ്റി പറയിപ്പിക്കണം. എന്നെ കൊണ്ട് അതിന് പറ്റുമോ മാഷേ? നിന്നെ കൊണ്ട് അതിന് പറ്റും. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ടൗണിൽ ഡി അഡിക്ഷൻ സെൻറ്റർ നടത്തുന്നു. നാളെ നമുക്ക് അവിടെ വരെ ഇനി മാഷ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടണം. ഇതൊന്നൊരു കഷ്ടപ്പാടല്ലടോ. ഒരു വ്യക്തിയെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ കടമ. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്.
നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാമെന്ന് ഡോക്ടർ എനിക്ക് ഉറപ്പും തന്നു. ഏതായാലും നാളെ കാണാം. മാഷേ മാഷ് നട നിൽക്ക്. മാഷോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ പറയാം, ഈ പരിപാടി ഇവിടെ നടക്കൂല. ഞങ്ങൾക്കും ഇവിടെ പെൺകുട്ടികളൊക്കെ ഉള്ളതാ. അവനവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ മാഷ് ദയാനന്ദനെ നോക്കി എങ്ങോട്ട് വന്നിച്ചാൽ ഓൻ വിടില്ല. ഞങ്ങൾ ഇന്നലെ നാട്ടുകാരെല്ലാം കൂടി ഓനെ അടിച്ചങ്ങ് ഓടിച്ചു കേട്ടോ. അടിച്ച് വായിപ്പിക്കേ. ഓൻ എങ്ങോട്ടാ പോയെന്നറിയോ? എനിക്കത് അന്വേഷിക്കാനല്ല പണി. ഏടിയാച്ചാ പോയി നോക്കരുത്. രാവിലെ തന്നെ ഓരോ വണ്ടി മല്ലിയിട്ട് വന്ന്. വേണ്ട മോനെ, എല്ലാരും കൂടി നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? വിഷമിക്കണ്ടടാ, നമുക്ക് ഇന്ന് വൈകുന്നേരം ഡോക്ടറെ അടുത്ത് പോവാം. ഇതാണ് പിടിക്ക്. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. സാരല്ലടാ, ഇതിൻ്റെ നമ്പറാ. വൈകുന്നേരം ഞാൻ വിളിക്കും. നമുക്ക് പോകണം, ഡോക്ടറെ അടുത്ത് പോകണം. വണ്ടിയൊക്കെ റെഡിയാണ്. തെറ്റുകൾക്ക് പാപം. அம்மாவை வணங்காது உயர்வில்லையே. ഹലോ, എന്താ പരിപാടി? ഒന്നുമില്ല. அம்மா என்றழைக்காத உயிரில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே.